നമസ്കാരം. ദില്ലിയിലെ ആത്മഹത്യ ചെയ്ത ബേക്കറി ഉടമ പുനീത് ഖുറാനയും ഭാര്യയും തമ്മിലുള്ള അവസാന സംഭാഷണ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് വീടിനുള്ളിൽ വെച്ച് ഭാര്യയുമായുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളുടെ CCTV വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത്. പുതുവത്സര തലേന്ന് മോഡൽ ടൗണിലെ കല്യാൺ വിഹാർ പ്രദേശത്തെ വസതിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് പുനീത് ഖുറാനയെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ഭാര്യയിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും നിരന്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബേക്കറി ഉടമ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ കുടുംബം ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത്. പുനീത് ഖുറാനയും ഭാര്യയും വീടിനുള്ളിൽ ഇരുവശങ്ങളിലായി ഇരിക്കുന്നത് കാണാം. ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. വിവാഹത്തോടെ തന്റെ ജീവിതം നശിച്ചെന്ന് ഖുറാനയുടെ ഭാര്യ ആരോപിക്കുന്നു. ഒപ്പം ഖുറാനയെ അസഭ്യം പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരാം, മിണ്ടാതിരിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും അവർ ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളും വിലാസങ്ങളും ഉണ്ടെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് അവരോട് പറയുമെന്നും അവർ ഖുറാനയെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനിടയിലെല്ലാം വളരെ മോശമായ വാക്കുകൾ കൊണ്ടാണ് അവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. വീഡിയോ വൈറലായതിന് പിന്നാലെ ഖുറാനയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം 1 വർഷത്തോളം ഇരുവരും സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്നും എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചെന്നും ഖുറാനയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ മകൻ എല്ലാം നിശബ്ദം സഹിക്കുകയായിരുന്നു. ചിലപ്പോൾ പണത്തെക്കുറിച്ചും ചിലപ്പോൾ അവരുടെ ബിസിനസിനെ കുറിച്ചും മറ്റു സമയങ്ങളിൽ കുടുംബകാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു പ്രശ്നങ്ങൾ. എന്റെ മകൻ ഒരിക്കലും ഒരു കാര്യവും തുറന്ന് സംസാരിച്ചിട്ടില്ല. ഞങ്ങളെ എന്തിനു വിഷമിപ്പിക്കുന്നുവെന്ന് അവൻ കരുതി കാണും. ഭാര്യയിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും പുനീത് ഖുറാനയ്ക്ക് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തിന് നീതി വേണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളോട് ഉപഭോക്താക്കളും ഉയർത്തിയിട്ടുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.